കറുപ്പ് എന്നുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം നടിപ്പൻ നായകനായിട്ടുള്ള ഒരു സിനിമ വിശ്വനാഥ് ആൻഡ് സൺസ്. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്തിട്ടുള്ള വിശ്വനാഥ് ആൻഡ് സൺസ്. വെങ്കി അറ്റ്ലൂരി എന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനാണെങ്കിൽ നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള ലക്കി ഭാസ്കറിൻ്റെ ഡയറക്ടർ. അതിനു മുമ്പ് വാത്തി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഈ സിനിമകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്കായിട്ടുള്ള സിനിമകളാണ്. അപ്പം ഈ വെങ്കി അറ്റ്ലൂരി സൂര്യയെ വെച്ചൊരു സിനിമ ചെയ്യുമ്പം എങ്ങനെയായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നു എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ട്രെയിലർ ഉണ്ടാവുന്നതിന് മുമ്പ്, ട്രെയിലർ കാണുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം എന്തായിരിക്കും ഈ സിനിമകളതിനെ കുറിച്ചൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സെയിം സാധനം അതുപോലെ തന്നെ ഒരു വര വരച്ച് വെച്ച പോലെയാണ് ഈ സിനിമ ഔട്ട്കം ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം. ഈ സിനിമയിൽ നമ്മളുടെ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ സിഗ്നിഫിക്കൻസും അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാധിക ശരത് കുമാറും സൂര്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിൽ എല്ലാ ആളുകളും, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഏകദേശം റിയൽ ലൈഫിൽ മോർ ദാൻ 25 to 30 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ടെങ്കിലും സിനിമയുടെ ഒരു സെറ്റിങ്ങിൽ ഏകദേശം 20 വയസ്സ് വ്യത്യാസമുള്ള ഒരു നായകനും നായികയും ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരുപാട് ഒരു റൊമാൻറ്റിക് സാധനങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാണ്ടേയുമുള്ള ആ ഒരു നല്ല ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള സാധനം ഈ സിനിമയിൽ നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മമിത ബൈജു തീർച്ചയായിട്ടും ഈ സിനിമയിലെ പെർഫോമൻസിന് ഒരു കൈയടി അർഹിക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ അത് അത്യാവശ്യം സട്ടിലായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ടിപ്പിക്കൽ മമിത തന്നെ. കാരണം നമ്മൾ സൂപ്പർ ശരണ്യയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു നമിതയില്ലേ, സെയിം ആ ഒരു സാധനം തന്നെയാണ്. പുള്ളിക്കാരിക്ക് അത് കേക്ക് വാക്കാണ്, പുള്ളിക്കാരി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൂര്യ, മമിത, രാധിക, ഈ 3 ആക്ടേഴ്സാണ് ശരിക്കും ഈ പടം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളും അവർ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആളുകളെ ഇവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ രവീണ ടണ്ടൻ അല്ലെങ്കിൽ നാസർ. ഇവരൊക്കെ ഈ സിനിമയിലേക്ക് എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൃത്യ ഉത്തരം ഡയറക്ടറിന് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റൊരു ഒരു ആക്ടറിനെയോ ആക്ട്രസിനെയോ ഒക്കെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഈ കഥാപാത്രങ്ങൾക്ക് കാര്യമായിട്ടുള്ള വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. സിനിമാറ്റോഗ്രാഫി ബൈ നിമിഷ് രവി ഇപ്പം അത്യാവശ്യം നല്ല പോപ്പുലറാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വർക്ക് തന്നെയാണെന്ന് എൻ്റെയും പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പം എനിക്ക് ഭയങ്കര ഫ്ലാറ്റായിട്ട് തോന്നി. അതായത് കാര്യമായിട്ട് സിനിമാറ്റോഗ്രാഫി ഗിമ്മിക്സ് ഒന്നും കാണിക്കാനുള്ള സ്കോപ്പ് ഇല്ലാത്തൊരു സിനിമയാണിത്. എന്നാൽ പോലും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു സിനിമ ഒരു ഗംഭീര ഒരു എക്സ്പീരിയൻസ് ഒന്നും ആയിട്ട് എനിക്ക് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ഫീൽ ചെയ്തിട്ടേ ഇല്ല. പിന്നെ എന്നെ കാര്യമായിട്ട് ഇമ്പ്രസ് ചെയ്യാതിരുന്ന ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. കാരണം ഇത്തരം സിനിമകളെ നമുക്ക് കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവാക്കി മാറ്റണമെങ്കിൽ അതിന് മ്യൂസിക്കിന് വലിയൊരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. ഒരു ടിപ്പിക്കൽ GV പ്രകാശ് കുമാർ മ്യൂസിക്കൽ എന്നതിനപ്പുറത്തേക്ക് ഓർത്ത് വെക്കാൻ പറ്റിയൊരു പാട്ടോ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റിയൊരു സ്കോറിങ്ങോ ഒന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ചില മൊമെൻറ്റ്സിലൊക്കെ നമുക്ക് ആ ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മ്യൂസിക്കിനേക്കാളും ഉപരി ഒരു പരിധി വരെ പെർഫോമൻസുകളാണ് ശരിക്കും ആ ഒരു ഇമോഷണൽ എലമെൻറ്റ് ഈ സിനിമയിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സിനിമയിലെ പ്രധാന ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി. ആ സ്റ്റോറി ഒരു നേർവര വരച്ച പോലെ പോകുന്നു. അതിനകത്ത് കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ ക്ലൈമാക്സിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ വലിയൊരു ഡീമെറിറ്റ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് ദ ലേറ്റർ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് വലിയുന്നുണ്ട് ഈ സിനിമ. ആ ഒരു സമയത്ത് ആ ഒരു വലിച്ചിലൊരു പക്ഷേ കാണികളെ കുറച്ചൊന്ന് ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പൊതുവെയുള്ള റിയാക്ഷൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എനിക്ക് പേഴ്സണലിയും ആ ഒരു ഡിലേ എനിക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇതിനൊക്കെ പുറമെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂര്യയെ പോലെ ഒരു ആക്ടറിനെ കൈ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു കഥാപാത്രത്തെ പ്ലേ ചെയ്യുമ്പം എന്തായാലും സൂര്യൻ്റെ വക 2 സ്റ്റണ്ട് വേണം, പിന്നെ സൂര്യനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണം, സൂര്യനെ കൊണ്ട് കരയിപ്പിക്കണം, ഇങ്ങനെയൊക്കെ വേണം എന്ന് തോന്നിയിട്ട് ചെയ്യിപ്പിച്ച് വെച്ച കുറച്ച് സംഭവങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യം ഈ സിനിമയ്ക്കകത്ത് സത്യം ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. എന്നാലും ഇതൊക്കെ വേണം, ആക്ഷൻ വേണം എന്നുള്ള ആക്ഷൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറയില്ലേ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഈ സിനിമയിൽ ഈ അച്ഛൻ മകൻ എന്നുള്ളൊരു സാധനം ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആവുന്നുണ്ട്. സൂര്യയുടെ അച്ഛനുമായിട്ടും പിന്നെ സൂര്യയ്ക്ക് ഉണ്ടാകുന്ന മകനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സാധനം. ഈ 2 സാധനവും നല്ല രീതിയിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ ഫിലിം മേക്കർക്കോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്കോ കഴിഞ്ഞിട്ടില്ല.
അപ്പം അതുകൊണ്ട് തന്നെ സൂര്യയുടെ പല ചോയ്സുകളും എന്തിൻ്റെ പേരിലാണ് എന്നുള്ളൊരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്. ഈ പല റിവ്യൂസും ചെയ്യുന്ന പോലെ ഒരുപാട് കീറി മുറിക്കുക അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് പറയാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. ചില ആളുകളൊക്കെ വാരിസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് കണ്ടു. ഇത് അത്യാവശ്യം വൃത്തിക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതായത് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടമൊന്നും ഫീൽ ചെയ്യാതെ അത്യാവശ്യം തിരക്കില്ലാതെ എൻജോയ് ചെയ്ത് ഇറങ്ങിപ്പോരാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് ഈ സിനിമ. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് എപ്പിസോഡ്. ബൈ. This is Jode SPK signing off.